കോഴിക്കോട് കാക്കൂരിൽ സുന്നത്ത് കർമ്മത്തിനിടെ 2 മാസം പ്രായമായ കുഞ്ഞ് മരിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട ആരോഗ്യവകുപ്പ്. വസ്തുതാന്വേഷണത്തിന് നിർദ്ദേശം നൽകി കോഴിക്കോട് DMO. ജീവനക്കാർ കാക്കൂരിലെ ആശുപത്രിയിലെത്തി അന്വേഷണം ആരംഭിച്ചു. സംഭവത്തിൽ നേരത്തെ ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടിയിരുന്നു. കൂടുതൽ വിശദാംശങ്ങളുമായി രതീഷ് വാസുദേവൻ ചേരുകയാണ്. രതീഷ്, ഇപ്പോൾ ആരോഗ്യവകുപ്പ് അതിൽ നിർണായകമായി ചുവടുവച്ചിരിക്കുന്നു, അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. അന്വേഷണത്തിന്റെ പ്രഥമ കാര്യങ്ങൾ ഏത് വിധേനയാണ് നടക്കുന്നത്? വിവരങ്ങൾ. സംഗീത, വളരെ ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായത് ഇന്നലെ ആണ് കാക്കൂരിലെ ഈ ക്ലിനിക്കിൽ സുന്നത്ത് കർമ്മത്തിന് വേണ്ടി 2 മാസം പ്രായമുള്ള ഈ ആൺകുട്ടിയെ കൊണ്ട് ബന്ധുക്കൾ പോകുന്നത്. എന്നാൽ അവിടെ പ്രാഥമികമായ ഈ ശസ്ത്രക്രിയയ്ക്ക് വേണ്ട പ്രാഥമികമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് മരുന്നുൾപ്പെടെ നൽകുന്ന സമയത്ത് കുട്ടി വല്ലാതെ അസ്വസ്ഥത പ്രകടിപ്പിച്ചു. ആരോഗ്യാവസ്ഥ മോശമായ സ്ഥിതിയിലാവുന്നു. തുടർന്ന് തൊട്ടടുത്ത അല്ലെങ്കിൽ സമീപത്തുള്ള ഒരു ശിശുരോഗ വിദഗ്ധനുള്ള ആശുപത്രിയിലേക്ക് പോകുന്നു. അവിടെ നിന്നാണ് കുട്ടിയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണെന്ന് മനസ്സിലാക്കും, പൾസ് തീരെയില്ല എന്ന് മനസ്സിലാക്കുന്നത്. തുടർന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി കുട്ടിയുടെ മരണം ഉൾപ്പെടെ സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇതാണ് ഈ സാഹചര്യത്തിലാണ് കുട്ടിയുടെ ബന്ധുക്കളും മാതാപിതാക്കളും ഉൾപ്പെടെ പരാതി നൽകുന്നത്. തുടർന്നാണ് ഇന്ന് കോഴിക്കോടാണ് പോസ്റ്റ്മോർട്ടം നടക്കുന്നത്. ഇപ്പോഴും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടില്ല. അതിൻ്റെ പ്രാഥമികമായ വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല. ഏത് സാഹചര്യത്തിലാണ് ഈ കുട്ടിയുടെ മരണം സംഭവിച്ചതെന്ന് സംബന്ധിച്ച് വ്യക്തതയില്ല. 2 മാസം പ്രായമായ കുട്ടി എന്നതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തിൽ തന്നെയാണ് ആരോഗ്യവകുപ്പ് ഇത് ഏറ്റെടുത്തിട്ടുള്ളത്. ആരോഗ്യവകുപ്പിന്റെ പുറമെ മാധ്യമ വാർത്തകളിൽ തന്നെ വളരെ പൊടുന്നതിനെ ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ഇതിൽ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രാഥമികമായി ആരോഗ്യവകുപ്പിനോടും പോലീസിനോടും ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ കൗൺസിലിനോടും ഇത് സംബന്ധിച്ച വിശദ വിവരം അടിയന്തരമായി 10 ദിവസത്തിനുള്ളിൽ നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രവുമല്ല, അല്പം കടത്തി ഇത് അനാചാരത്തിന്റെ വകഭേദത്തിൽ പെടുമോ, അത്തരം പരിധിയിൽ വരുമോ എന്ന് പോലും പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും വിശദമായ റിപ്പോർട്ട് കിട്ടിയ ശേഷമായിരിക്കും ഇത്തരത്തിൽ നടപടി ഉണ്ടാവുക എന്ന് ബാലാവകാശ കമ്മീഷൻ വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന്റെ പ്രാഥമിക അന്വേഷണം നടന്നു കഴിഞ്ഞു. ഈ ക്ലിനിക്കിലെത്തി ആരോഗ്യവകുപ്പിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ച വിവരങ്ങൾ പൂർണ്ണമായും ശേഖരിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, കുട്ടിക്ക് ഏത് തരത്തിലുള്ള മരുന്നുകളാണ് പ്രാഥമികമായി ഈ ഘട്ടത്തിൽ നൽകിയതെന്നുൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഈ പോസ്റ്റ്മോർട്ടത്തിന് ഇതിന്റെ റിപ്പോർട്ടും ഈ നൽകിയ മരുന്നുകളും ഒക്കെ കൂടെ പരിഗണിച്ചായിരിക്കാം ഏത് തരത്തിലുള്ള സാഹചര്യത്തിലാണ് ഈ മരണം സംഭവിച്ചതെന്നുൾപ്പെടെ മനസ്സിലാക്കുക. എന്തായാലും ഇതിന്റെ പ്രാഥമിക റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടത്തിന്റെ വരേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ പ്രാഥമികമായ അന്വേഷണം ആരോഗ്യവകുപ്പിന്റെയും അതുപോലെ തന്നെ വിവിധ ഏജൻസികളുടെയും ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി, പോലീസിന്റെ ഉൾപ്പെടെയുള്ള അന്വേഷണങ്ങൾ പൂർത്തിയാവേണ്ടതുണ്ട്. എന്നാലും ഇതിൽ ആശങ്ക ഉന്നയിച്ച് രക്ഷിതാക്കൾ കഴിഞ്ഞ ദിവസം തന്നെ പരാതി നൽകിയിരുന്നു കാക്കൂർ പോലീസ് സ്റ്റേഷനിൽ. എന്നാൽ ഇത് ഈ ഇമ്മച്ചുറായ കുട്ടി, അതായത് മാസം തികയാതെ ഉണ്ടായ കുട്ടിയാണെന്ന് ക്ലിനിക്കിലുള്ള ആളുകളെ അറിയിച്ചില്ല, ഡോക്ടേഴ്സിനെ അറിയിച്ചില്ല എന്നൊരു ആക്ഷേപം ഈ ക്ലിനിക്കിന്റെ ഭാഗത്തുനിന്നുണ്ടായി. എന്തായാലും അതൊന്നും ഇതിനെ ലഘൂകരിക്കുന്നതല്ല. എന്തായാലും ഈ വിഷയത്തിൽ എന്താണ് നടന്നതെന്ന് കൃത്യമാകണമെങ്കിൽ പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കേണ്ടതുണ്ട്. മറ്റ് ഏജൻസികളും ഈ വിഷയത്തിൽ ഗൗരവത്തോടെയുള്ള അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ബാലാവകാശ കമ്മീഷനും ആരോഗ്യവകുപ്പും ഒക്കെ തന്നെ ഗൗരവമായ തരത്തിൽ തന്നെ ഈ വിഷയത്തെ ഏറ്റെടുത്തിട്ടുണ്ട്. അതിന്റെ നടപടികൾ പൂർത്തിയായി വരികയാണ്. സംഗീത. ശരി, കോഴിക്കോട് നിന്ന് രതീഷ് വാസുദേവനാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.